CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ അന്നമനടയിൽ ഇടഞ്ഞ ആന യുവാവിനെ എടുത്തെറിഞ്ഞു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്കുത്സവത്തിനിടെ അക്കിക്കാവ് കാർത്തികേയൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ആക്രമണത്തിൽ പരിക്കേറ്റ മാമ്പ്ര എരയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവിലെ ബാറിൽ ഇരുസംഘങ്ങൾ തമ്മിൽ സംഘർഷം. 3 യുവാക്കൾക്ക് പരിക്ക്. ബിയർ കുപ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പുറത്ത് 37 തുന്നലിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 4 അംഗ സംഘത്തിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സർക്കാർ ഏറ്റെടുത്ത പുലിയന്നൂർ സെന്റ് തോമസ് UP സ്കൂളിന്റെ പേര് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. സർക്കാർ ഏറ്റെടുത്ത വിദ്യാലയങ്ങളുടെ നിലവിലെ പേരിനോട് ഗവൺമെന്റ് എന്ന് ചേർക്കുന്ന പതിവ് തുടരണമെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധം ശക്തമാക്കുമെന്നും സമരസമിതി. അക്കിക്കാവ് കമ്പിപ്പാലത്ത് ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. കാർ യാത്രികരായ 4 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ഇവരെ കുന്നംകുളം അലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും അക്കിക്കാവ് ഭാഗത്തേക്ക് പോയിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. പ്രസിദ്ധമായ അരുവായി ചെറവരമ്പത്തുകാവ് പൂരം കെങ്കേമമാക്കാൻ കാട്ടകമ്മാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ. പൂരത്തോടനുബന്ധിച്ച് പൂരം കടന്നുപോകുന്ന പ്രധാന ഇടങ്ങളിലെ പുല്ലും മാലിന്യവും വൃത്തിയാക്കി. ഗുരുവായൂരിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വളർത്തുനായ ചത്തു. ചാമുണ്ടേശ്ശേരി ചേറൂസ് ലൈനിൽ ഗീതയുടെ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയാണ് ചത്തത്. മുന്നറിയിപ്പില്ലാതെ റോഡ് പൊളിച്ചു. ദുരിതത്തിലായി യാത്രക്കാർ. നവീകരണത്തിന്റെ ഭാഗമായി കലുങ്ക് നിർമ്മിക്കാൻ നായരങ്ങാടി ഞമനങ്ങാട് റോഡ് പൊളിച്ചതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. പോർക്കുളം പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തോടൊപ്പം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വൈസ് പ്രസിഡന്റുമായ തുഷാര ഗിരീഷാണ് അവതരിപ്പിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 2026-27 വാർഷിക പദ്ധതികളുടെ നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനുമായി വികസന സെമിനാർ നടത്തി. പുന്നീർകുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 100ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും എൻഡോമെന്റ് വിതരണവും നടത്തി. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് പലിശ മാഫിയകളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഫോർ ജുമൈല എന്ന മുദ്രാവാക്യവുമായി SDPI പ്രവർത്തകർ ധർണ നടത്തി. ജമാഅത്തെ ഇസ്ലാമി ചാവക്കാട് ഏരിയ സമിതിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ സക്കീർ ഹുസൈൻ റമദാനിന്റെ ചൈതന്യം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി നടത്തുന്ന ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കടവല്ലൂരിൽ യോഗാ നൃത്ത മത്സരം നടത്തി. റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനും BLOയുമായ ഷക്കീർ ആലത്തയിലിന്റെ വീടിന് നേരെയുണ്ടായ സാമൂഹിക വിരുദ്ധരുടെ അതിക്രമങ്ങൾക്കെതിരെ SDPI പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.